ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിലെ ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ചെടികൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജനുവരി 1 വരെയായിരുന്നു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചെടികൾ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനുവരി 4 വരെയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ചെടികളൊക്കെ വാങ്ങാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നല്ല വിലക്കുറവിലാണ് ഇവിടെ ചെടികളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് 100 രൂപ നിരക്കിലാണ് കൊടുക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പ്ലാന്റുകളാണ്. പിന്നെ ഇത് കൂടാതെ ഈ ഒരു ചെടിയൊക്കെ ഇതിൻ്റെ വിത്തുകൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ സൺഫ്ലവർ ഇനത്തിൽപ്പെട്ട ചെടികളാണ്. ഇതുകൂടാതെ ഈ കാണുന്നതാണ് അഡീനിയം ചെടികൾ. ഈ ഒരു അഡീനിയം ചെടികളുടെ ചെറിയ തൈകൾ 100 രൂപ നിരക്കിലാണ് കൊടുക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഇതുപോലെ റെഡ് ഫ്ലവേഴ്സിൽ വരുന്ന അഡീനിയം, അതുപോലെ ലൈറ്റ് റോസ്, അതുപോലെ കുറേ വെറൈറ്റി അഡീനിയങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും തൈകൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും വലിയ തൈകൾ 250 രൂപ നിരക്കിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെടികളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്ക് അറിയായിരിക്കും, അഡീനിയമൊക്കെ നല്ല വിലയുള്ള പ്ലാന്റ് ആണ്. 1000 രൂപയൊക്കെ വരുന്ന രീതിയിലാണ് നഴ്സറികളിലൊക്കെ ഈ ഒരു അഡീനിയം വാങ്ങാനായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് വിലക്കുറവിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ജനുവരി 3, 4 വരെയാണ്. കാരണം ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്ന അനുസരിച്ച് ചെടികൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെടികളൊക്കെ വളരെ വിലക്കുറവിൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും മറൈൻ ഡ്രൈവിലേക്ക് പെട്ടെന്ന് തന്നെ പൊക്കോളൂ, അല്ലെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന റോസൊക്കെ 50 രൂപ നിരക്കിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലെ കുറേ വെറൈറ്റി പ്ലാന്റുകളുണ്ട്. എല്ലാം ആ ഒരു എന്താ പറയുക, ഈ ഒരു ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് അവർ സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിതമായ നിരക്കിലാണ് എല്ലാം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ വാങ്ങുന്നവർക്ക് അവർ വേറെയും ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇത് ക്രിസ്മസ് ട്രീകളാണ്. ക്രിസ്മസ് ട്രീകൾ 100 രൂപ നിരക്കിലാണ്. കൂടാതെ സ്ട്രോബെറിയുടെ തൈകളുണ്ട്. ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ കുറേ വെറൈറ്റി ഫ്രൂട്ട്സുകളുടെ തൈകളൊക്കെ നമ്മൾ കുറേ കണ്ടിരുന്നു. പിന്നെ ഇതുപോലെ കുറേ വെറൈറ്റി ലില്ലീസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് മുന്തിരിയുടെ തൈകൾ കേട്ടോ. അപ്പോൾ മുന്തിരിയുടെ തൈകൾ 70 രൂപ 60 രൂപ നിരക്കിലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയില്ല അത് പിടിക്കുമോ, നമ്മുടെ നാട്ടിലേക്ക് അത് പിടിക്കുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് കണ്ടപ്പോൾ ഒരു കൗതുകമായി മുന്തിരിയുടെ തൈയൊക്കെ കണ്ടപ്പോൾ. അതുപോലെ കുറേ വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ. ഇതുപോലെ ഈ കാണുന്ന ചെടികളുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബോഗൻവില്ല ഉണ്ട്. പിന്നെ നമ്മുടെ കുറേ ഫ്ലവേഴ്സ് ഇല്ലാത്ത നമ്മുടെ ഇലകൾ മാത്രമായിട്ടുള്ള അങ്ങനത്തെ കുറേ ചെടികളൊക്കെ ഉണ്ട്. കുറേ വെറൈറ്റി ചെടികളുണ്ട്. ഓർക്കിഡിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഓർക്കിഡിന് നല്ല വിലയാണ്. അതുപോലെ ഈ ഒരു ഫ്ലവർ നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫങ്ഷനൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഫ്ലവറാണ്. പിന്നെ ഈ ഒരു വാട്ടർ ലില്ലീസ് എന്നാണ് ആ ഒരു ആന്തൂറിയത്തിൽ വരുന്ന ഒരു വെറൈറ്റി ഇനമാണ്. അപ്പോൾ ആന്തൂറിയം പല കളറിലും ഉണ്ടായിരുന്നു. റെഡ്, പിങ്ക്, അങ്ങനെ കുറേ വെറൈറ്റി ആന്തൂറിയംസ് ഉണ്ടായിരുന്നു. ആന്തൂറിയം എല്ലാം ഒരു 350, 450 റേഞ്ചിലാണ്. ഈ ഒരു കാണുന്ന ചെടിയും ആ ഒരു 300 റേഞ്ചിൽ വരുന്നതാണ്. ഈ ഒരു വാട്ടർ ലില്ലീസ് 500 റേഞ്ചിലാട്ടോ. പക്ഷെ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ കാണുന്ന നമ്മുടെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് മിതമായ നിരക്കിലാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ ഈ റോസാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയത്. എല്ലാം അവർ നമുക്ക് ഒരു റോസ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ഇവിടുത്തെ റോസയുടെ ആ ഒരു കുറേ വെറൈറ്റി റോസകളൊക്കെ കണ്ടപ്പോൾ പിന്നെ നമുക്ക് ചെടികൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാന്താണ്. ചെടികൾ എന്തോരം വേണമെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ റോസയിലെ കുറച്ച് വെറൈറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെത്തികളിൽ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം 100, 150 റേഞ്ചിലാട്ടോ ചെത്തികളൊക്കെ കൊടുക്കുന്നത്. പിന്നെ മാവ്, അതുപോലെ തന്നെ ഓറഞ്ച്, തെങ്ങുകൾ, അതുപോലെ പ്ലാവ്, ഇതിൻ്റെ എല്ലാം തൈകളുണ്ടായിരുന്നു കേട്ടോ.
അതുകൂടാതെ നിരവധി പേരകൾ, മാവുകളിൽ തന്നെ കുറേ വെറൈറ്റി മാവുകൾ, സ്ട്രോബെറീസ്, അതുപോലെ വെറൈറ്റി തെങ്ങുകൾ, അതുപോലെ ഇത് കണ്ടില്ലേ, ബുഷ് ഓറഞ്ചാണ്, ചെറിയ ടൈപ്പ് ഓറഞ്ചാണ്, പക്ഷെ അതിൽ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കുറേ വെറൈറ്റി ചെടികൾ നമ്മുടെ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി റോസുകൾ തന്നെ കുറേ ഉണ്ട് കേട്ടോ. പല കളറിലുള്ള റോസുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും റോസ് ആയിരിക്കും എപ്പോഴും ഫേവറേറ്റ്. അപ്പോൾ റോസ് ഒരു 50 റുപ്പീസിനൊക്കെയാണ് അവർ കൊടുക്കുന്നത്. റോസിൻ്റെ പല വെറൈറ്റികൾ 150 റേഞ്ചിലൊക്കെ വരുന്ന കുറച്ചും കൂടി വലിയ ചട്ടികളിലുള്ള റോസുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ മാങ്ങ, പേരയ്ക്ക എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കണ്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ ഏതാ വാങ്ങണ്ടേന്നൊരു കൺഫ്യൂഷൻ ആവും. നമ്മൾ സത്യത്തിൽ ചെടി വാങ്ങാനായിട്ടല്ല വന്നത് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചെടികൾ കണ്ടപ്പോൾ വാങ്ങാതിരിക്കാനും തോന്നിയില്ല. കാരണം അത്രയധികം റോസുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ കുറേ മുല്ലകളിൽ കുറേ വെറൈറ്റി കണ്ടു. കുറ്റിമുല്ല, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കട്ടമുല്ല, അങ്ങനത്തെ കുറേ വെറൈറ്റി മുല്ലകളുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സിൽ തന്നെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈ 300 രൂപയാണ്. ഞാനപ്പോൾ ഇതിൻ്റെ തൈ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ട്രെൻഡായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തൈ കാണുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ നീർമാതളം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ നോവലിലൊക്കെ മാത്രം നീർമാതളം എന്ന് കണ്ട് അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ തൈകളുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചെടിയൊക്കെ നമ്മുടെ വീടുകളിൽ പണ്ടുണ്ടായിരുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ അത് നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചെടിയൊക്കെ ഇവിടെ വന്നപ്പോൾ കണ്ടു. പിന്നെ കുറേ വെറൈറ്റി ചെമ്പരത്തികൾ കണ്ടിരുന്നു. പല കളറിലുള്ള ചെമ്പരത്തികൾ കണ്ടിരുന്നു. പിന്നെ കുറേ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കാണുന്ന സെയിം ചെടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതുപോലെ ക്രിസ്മസ് ട്രീകളുടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം ഉണ്ട്. ഇതുകൂടാതെ ചെടികൾക്ക് ഇടാൻ പറ്റുന്ന വളങ്ങളും ഉണ്ട്, ചെടിച്ചട്ടികളും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊണ്ട് പോവാം. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് 2024 നമുക്ക് ഒരു പുതിയ ചെടിയൊക്കെ നട്ടുകൊണ്ടാവട്ടെ നമ്മുടെ ഈ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭം അല്ലേ. അപ്പോൾ ഞാൻ വാങ്ങിയ ചെടികളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെടികളൊക്കെ വളരെ വിലക്കുറവിൽ വാങ്ങണമെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തായാലും വാങ്ങിക്കോളൂ കേട്ടോ. ഈ ഒരു സെയില് ജനുവരി 4 വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഡോറായിട്ട് ഔട്ട്ഡോറൊക്കെ ആയിട്ട് ചെടികളൊക്കെ വെക്കാൻ നല്ല ന്യൂ ഇയർ പുതുവർഷത്തിൻ്റെ ആരംഭം നമ്മൾ നല്ല ചെടികളൊക്കെ വെച്ചിട്ട് ആവട്ടെ അല്ലേ നമ്മുടെ ആ ഒരു വർഷം. പിന്നെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ഈ ഒരു പോട്ട് നമുക്ക് വളരെ നല്ലൊരു ഭംഗി തോന്നിയിട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.